LDF മൂന്നാം മൂഴം തുടർഭരണം അത് ഓർക്കാൻ സാധിക്കുന്നില്ല. ഞെട്ടലാണ്. അങ്ങനെ അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണത്തിന്റെ സംഭാവനയാണ്. കേരളത്തിൽ നിന്ന് ഒരു കാലത്ത് കാണാത്ത ഐക്യത്തോട് കെട്ടിടത്തോടുകൂടി UDF വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാരണം. എന്താ? കേരളത്തിൽ നിഷ്പക്ഷപതിയായ ജനങ്ങൾക്ക് കോൺഗ്രസ്സുകാരല്ല, UDFക്കാരല്ല, ഇടതുപക്ഷക്കാരിൽ തന്നെ ഗണ്യമായ വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഞെട്ടലാണ്. തുടർ ഭരണം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലാണ്. അവരാഗ്രഹിക്കുന്ന ഭരണമാറ്റമാണ്. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. 10 വർഷം കഴിഞ്ഞു. ഇനിയൊരു മൂന്നാമെന്ന് പറഞ്ഞാൽ 15 വർഷത്തെ ഗവൺമെന്റ്, 15 വർഷത്തെ പിണറായി ഗവൺമെന്റ് സഹിക്കാൻ താങ്ങാനുള്ള കരുത്ത് ജനാധിപത്യ കേരളത്തിലില്ല. കരുത്തില്ല. മോഡി പിന്താങ്ങി കൊടുക്കുന്ന ശക്തി കൊടുത്താലും കിട്ടില്ല. മോഡിയുടെ സപ്പോർട്ട് കൈത്താങ് കൊടുത്താലും ഇനി 15 വർഷത്തെ ഒരു പിണറായി ആകാനുള്ള കരുത്ത് കേരള ജനതയ്ക്കില്ല. അവർക്കറിയാം മൂന്നാമത്തെ ഊഴംകുഴി തുടർഭരണം ഉണ്ടായാൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായി മാറും. മഹാദുരന്തം അതായി മാറാം. ദുരന്തം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. 10 വർഷത്തെ ഭരണത്തിലെ ഓരോ കാര്യവും വിശദീകരിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം. 10 വർഷം കൊണ്ട് കേരളം വളരെ പുറകോട്ട് പോയി. ഒരു കാലത്ത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസന കാര്യത്തിൽ നമ്പർ 1 കേരളമായിരുന്നു. ഇപ്പോൾ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന അവർ വികസനത്തിൽ മുന്നോട്ട് പോവുകയാണ്. വികസന കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. കെൽട്രോൺ ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ്. ഐക്യക്ക് മുമ്പുള്ള ആ കേരളത്തിൽ കടത്തിവിട്ട് മുന്നോട്ട് കുതിച്ച് പുറകോട്ട് അടിച്ചുകൊണ്ട് തള്ളി മാറ്റിക്കൊണ്ട് കർണാടകവും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും. അതാണ് സ്ഥിതി. ഇനിയും വന്നാൽ കേരളത്തിൽ വികസനം സ്തംഭിക്കും.